ചുരൽമലയിൽ ഉണ്ടായ ദുരന്തത്തിലുള്ളവരെ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയി കാണുകയും അത് മുഖാന്തരം 98 സെൻറ്റ് സ്ഥലം ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക്. അവരെ സംബന്ധിച്ചോളം എനിക്കുള്ള സന്തോഷം എന്ന് വെച്ചാൽ പറയുന്നത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ 20 വീടുകൾ നമ്മൾ അവിടെ ഈ 98 സെൻറ്റ് സ്ഥലത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെയും അവിടുത്തെ പഞ്ചായത്തിൻ്റെയും എല്ലാം പ്രോട്ടോക്കോളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കിട്ടുക. കാരണം ഏകദേശം ഒരു 7-8 മാസം എടുത്തു എല്ലാ ക്ലിയറൻസും കൂടിയുള്ള സ്ഥലം കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സഹായികളായ അവരെല്ലാം അത് ചെയ്തു. 20 ആൾക്കാർ 20 വീട് ഒഴിക്കാനുള്ള പൈസയും കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏപ്രിലിൽ അതിൻ്റെ തറക്കൽ ഞാനിപ്പോൾ പോയി ഇടാൻ പോവുകയാണ്. ഉള്ള അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു 20 കുടുംബങ്ങൾക്ക് അവിടെ നിന്ന് വീടുകൾ നഷ്ടപ്പെട്ടവർക്കാണ് ഇത് കൊടുക്കുന്നത്. അതിനൊരു സെലക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ട്. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കൂടിയിട്ടാണ് അവിടെ ഇത് ചെയ്യുന്നത്. കളക്ടറേറ്റിലുള്ള ഓഫീസേഴ്സും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ നമ്മളെ കൂടെ ഉള്ളത് ജോ എൻ്റെ മരുമകനാണ്, ഇവിടുത്തെ GM ആണ്. അതുപോലെ തന്നെ ഞങ്ങളെ നെറ്റ്വർക്ക് മാനേജർ. ഇതിലുള്ള ഏറ്റവും വലിയ സന്തോഷമായി നമ്മൾ കാണുന്ന വിഷയം എന്ന് പറയുന്നത് ജനങ്ങൾ കൂടും, ജനങ്ങൾ ഏറ്റെടുക്കും. അതൊരു വലിയതാണ്. വിചാരിച്ചു വെച്ചാൽ സർക്കാരുമായിട്ട് നമ്മൾ എല്ലാ ദിവസങ്ങളിലും പല വിഷയങ്ങൾ കേൾക്കുന്നു. അവിടെ ഉള്ള പ്രശ്നം ഒന്ന്, പലരും ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി വിചാരിച്ചാൽ സ്ഥലം കിട്ടുന്നില്ല. സ്ഥലം കിട്ടിയാൽ തന്നെ അവിടെ ആ സ്ഥലത്ത് ഒരു തേക്ക് മരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ പോയി ചോദിച്ചിട്ട് പെർമിഷൻ മേടിച്ചത്, ഇങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ടായി. ഇപ്പോൾ ഏകദേശം ഞങ്ങളിത് ഒരു 6 മാസത്തിന് പുറമേ ശ്രമം നടത്തിയതിൻ്റെ പേരിലാണ് ഈ 98 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ക്ലീൻ ലാൻഡായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വിഷയം ഗവൺമെൻറ്റിന് ആൾക്കാർ പോയി പറയുമ്പോൾ ഗവൺമെൻറ് സമ്മതിച്ചു കൊടുക്കാതിരിക്കുന്നതിന് നമ്മളുടെ കുറേ നിയമങ്ങളുണ്ട്. അതിൽ ഉൾപ്പെടുത്തി നോക്കുമ്പോൾ പലർക്കും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ അറിവോടുകൂടി പലരും അവിടെ സഹായിക്കുന്നുണ്ട്. ആ സഹായിക്കാൻ വരുന്നവർക്കൊക്കെ ഈ പ്രശ്നമുണ്ട്.